ചില നിസ്കാരങ്ങൾ ചില സമയങ്ങളിൽ നിർവഹിക്കാൻ പാടില്ല. ഔഖാത്തുൻ തഹ്റുമു ഫീഹാ സ്വലാത്ത്, നിസ്കരിക്കൽ ഹറാമായ സമയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. തുക്റഹു തഹ്രീമൻ ഫീ ഗൈരി ഹറമി മക്ക സ്വലാത്തുൻ ലാ സബബ ലഹാ കന്നഫ്ലിൽ മുത്ലഖ്. ഒരു കാരണവുമില്ലാത്ത മുത്ലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ മക്കയുടെ ഹറം അല്ലാത്ത സ്ഥലങ്ങളിൽ നിസ്കരിക്കൽ കറാഹത്താണ്. ഒരു കാരണവുമില്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരം. ഇതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. നിസ്കരിക്കാൻ ഒരാൾക്ക് പൊതുവായിട്ട് നിസ്കരിക്കല്ല 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു. ഈ മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് വേണമെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കാം. സാധാരണഗതിയിൽ നമ്മൾ 2 റക്അത്താണ് നിസ്കരിക്കുന്നത്. വിത്തറായാലും അല്ല തഹിയ്യത്തായാലും അതുപോലെ ഉളൂഹിന്റെ സുന്നത്തായാലും ളുഹറിന്റെ മുമ്പായാലും ളുഹറിന് ശേഷമായാലും അസ്റിന് മുമ്പായാലും മഗ്‌രിബിന് മുമ്പായാലും മഗ്‌രിബിന് ശേഷമായാലും എല്ലാം നമ്മൾ ഈ രണ്ടായി നിസ്കരിക്കുന്നത്. വിത്തറിൽ മാത്രം ഒറ്റ അവസാനം അല്ലെങ്കിൽ മധ്യത്തിലോ ആദ്യത്തിലൊക്കെ വന്നിരിക്കണം. എന്നാൽ ഈ മുത്തലക്കായ സുന്നത്ത് നമസ്കാരം വേണമെങ്കിൽ 1 റക്അത്ത് മാത്രമായി നിർവഹിക്കാം. അല്ലാഹു തആലക്ക് വേണ്ടി 1 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഇതൊരു പ്രത്യേക കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമല്ല, ഒരു സമയവുമായി ബന്ധപ്പെട്ട നിസ്കാരവുമല്ല. ഉളൂഹിന് എന്തുണ്ട്? ഉളൂഹിന് ശേഷം എന്നൊരു കാരണമാണ്. തഹിയ്യത്തിന് പള്ളിയിൽ കയറിയതിന് ശേഷം എന്നൊരു കാരണമാണ്. ളുഹറിന് മുമ്പുള്ള നിസ്കാരം ളുഹറിന്റെ മുമ്പ് അല്ലെങ്കിൽ ളുഹറിന് ശേഷം എന്നിങ്ങനെ കാരണം സമയങ്ങളുണ്ട്. അപ്പൊ ഇത് അല്ലാത്ത കാരണങ്ങളില്ലാത്ത പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത മുത്ലഖായ സുന്നത്ത് നിസ്കാരവും പിന്നെ ഒരു നിസ്കാരവുമുണ്ട്. കാരണം പിന്തി വരുന്ന നിസ്കാരവും, കാരണം പിന്നിലാണ് നിസ്കാരം മുന്നിലാണ്, അങ്ങനത്തെ നിസ്കാരവും നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളാണ് പറയുന്നത്. ഒന്ന് ബഅദ സ്വലാത്ത് സുബ്ഹി ഹത്താ തർതഫിഅ അശംസു ഖദ്റഹു, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ഉയരുന്നത് വരെ. ചക്രവാളത്തിന് സൂര്യൻ അടിയിൽ വന്ന് മുട്ടിയിട്ടുണ്ടാവും, അതിന്റെ മുൻഭാഗം. ഇതാണ് ഇപ്പൊ ചക്രവാളം എന്ന് വിചാരിച്ചാൽ. എന്നാൽ ഇവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ സൂര്യൻ ഇവിടെ വന്ന് മുട്ടിയിട്ടുണ്ടാവും. അതാണ് ഈ ഉദയത്തിന്റെ സമയം കാണിച്ചത്. ഇനി ഈ ചക്രവാളത്തിന്റെ ഈ കട്ടി കഴിഞ്ഞ സൂര്യൻ ഇങ്ങോട്ട് ഉയരാനാണ് 20 മിനിറ്റ് പിന്നീട് പറയുന്നത്. ഇപ്പൊ ഇവിടെ എത്തുമ്പോ 20 മിനിറ്റ് ആയി. അപ്പൊ 6:06 ഉദയമെങ്കിൽ 6:26 അപ്പോഴാണ് അതിന്റെ ഉദയം പൂർണ്ണമാവുകയുള്ളൂ. ഇതുവരെ ഒരു കാരണവുമില്ലാത്ത നിസ്കാരങ്ങൾ സുബഹിക്ക് ശേഷം നിർവഹിക്കാൻ പാടില്ല. കറാഹത്താണെങ്കിലും അതിന് ഹറാമിന്റെ കുറ്റമാണെന്നാണ് ഫുഖഹാവ് പറയുന്നത്. അതിന്റെ ഹെഡിങ് തന്നെ തുക്റഹു തഹ്രീമൻ എന്നാണ്. ആ കറാഹത്താണെങ്കിലും അതിന് ഹറാമിന്റെ കുറ്റമുണ്ട്. അപ്പൊ തസ്ബീഹ് നിസ്കാരം അതിൽപ്പെട്ട. തസ്ബീഹ് നിസ്കാരം സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആവുന്നത് വരെ നിർവഹിക്കാൻ പാടില്ല. അതുപോലെ ഒരു കാരണവുമില്ലാത്ത മുത്ലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ പാടില്ല. അതുപോലെ പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം. ഉദാഹരണത്തിന് യാത്ര പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാത്ര മുമ്പിലാണ്, അല്ല യാത്ര പിന്നിലാണ്, നിസ്കാരം മുമ്പിലാണ്. തഹിയ്യത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പ്രവേശിച്ചതിന് വേണ്ടിയുള്ള നിസ്കാരം. അപ്പോൾ പ്രവേശിക്കൽ ആദ്യം കഴിഞ്ഞു, പിന്നെയാണ് നിസ്കാരം. ഉളൂഹിന് വേണ്ടിയുള്ള നിസ്കാരം, അത് ഉളൂ മുമ്പിലാണ്, നിസ്കാരം ബാക്കിലാണ്, കാരണങ്ങൾ മുമ്പിലായി. അങ്ങനത്തെ നിസ്കാരങ്ങളൊന്നും പ്രശ്നമില്ല.
അഥവാ സുബഹി നിസ്കരിച്ച ഒരു വ്യക്തി പള്ളിയിലേക്ക് കയറി വരാമെന്ന് വിചാരിച്ചോളൂ, അയാൾക്ക് വേണമെങ്കിൽ തഹിയ്യത്ത് സുബഹിക്ക് ശേഷം നിസ്കരിക്കാം. വുളുവിന് ശേഷമുള്ള നിസ്കാരവും അദ്ദേഹത്തിന് വുളു ഉണ്ടാക്കി വരുന്ന ആളാണെങ്കിൽ നിസ്കരിക്കാം. കാരണം അവിടെയൊക്കെ കാരണങ്ങൾ മുമ്പിലാണ്, നിസ്കാരങ്ങൾ ബാക്കിലാണ്. അതേസമയം സുബഹിക്ക് ശേഷം ഒരാൾ യാത്ര പോകുകയാണ് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാത്രക്ക് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ പാടില്ല. സുബഹിയുടെ മാത്രം പ്രത്യേകതയല്ല, 3 നിസ്കാരങ്ങൾ. ഇപ്പോൾ 3 നിസ്കാരങ്ങളാണ് വേണ്ടിയത്. ഒന്ന് തസ്ബീഹ് നിസ്കാരം, രണ്ടാമത്തേത് പിന്തിയ കാരണമുള്ള നിസ്കാരം, പിന്നെ ഒരു കാരണവുമില്ല, ഒരു സമയവുമില്ല, യഥേഷ്ടം നിസ്കരിക്കാൻ പറ്റുന്ന മുത്തലഖായ നിസ്കാരം. ഇത് സുബഹിക്ക് ശേഷം പാടില്ല. അതുപോലെ സൂര്യനെ ഉദിക്കുന്ന സമയത്ത് അത് പാടില്ല. സൂര്യനെ ഉദിച്ചു വരുന്ന ആ സമയമുണ്ടല്ലോ, 6 മണിക്കാണ് ഉദയം കാണിച്ചെങ്കിൽ 26 വരെ. അതൊന്ന് സുബഹി നിസ്കരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസറിന് ശേഷവും ഈ 3 നിസ്കാരങ്ങൾ പാടില്ല. ഈ പിന്തിയ കാരണം എന്ന് പറയുമ്പോൾ യാത്രയുടെ സുന്നത്ത് മാത്രമല്ല, ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അസറിന് ശേഷവും ഇതുപോലെ ഇഹ്റാം കെട്ടാൻ പോകുന്ന ആളാണെങ്കിൽ അസർ നിസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിർവഹിക്കാൻ പാടില്ല. കാരണം എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? ഇഹ്റാമിന് വേണ്ടി നിസ്കരിക്കുന്നു. ഇഹ്റാം എവിടെയാണ് വരുന്നുള്ളൂ? നിസ്കാരം മുമ്പിലാണ്. ഇഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരം, ഇഹ്റാം ബാക്കിലാണ്, അഥവാ ഇഹ്റാം കെട്ടൽ വരുന്നുള്ളൂ. ശേഷമാണ് ഇത്, അതിന് മുമ്പാണ് നിസ്കാരം. അപ്പൊ കാരണം പിന്തിയ നിസ്കാരവും പാടില്ല. തസ്ബീഹ് നിസ്കാരം, അസർ ശേഷം നിസ്കരിക്കാൻ പാടില്ല. ഒരു കാരണവുമില്ലാത്ത നിസ്കാരങ്ങൾ, അങ്ങനെ മുത്തലഖായ നിസ്കാരങ്ങൾ, അതും അസറിന് ശേഷം നിർവഹിക്കാൻ പാടില്ല. അതുപോലെ സൂര്യൻ മധ്യത്തിൽ നിന്ന് മധ്യത്തിലാവുന്ന സമയത്ത് ഈ പറയപ്പെട്ട 3 നിസ്കാരങ്ങൾ പാടില്ല. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ് ളുഹറിന്റെ സമയമാവുക. സൂര്യൻ മധ്യത്തിലാവുക എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 3-4 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 3-4 മിനിറ്റ് മുമ്പ് ഈ പറയപ്പെട്ട പിന്തിയ കാരണമുള്ള നിസ്കാരങ്ങൾ, അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാത്ത നിസ്കാരങ്ങൾ, അല്ലെങ്കിൽ തസ്ബീഹ് നിസ്കാരം ഒന്നും നിർവഹിക്കാൻ പാടില്ല. അത് വെള്ളിയാഴ്ച ദിവസത്തിൽ ബാധകമല്ല. അതുപോലെ ഹറമിൽ ബാധകമല്ല. ഹറമിൽ ഏത് സമയത്ത് കയറിയ ആൾക്കും ഈ പറയുന്ന ഇത് നിർവഹിക്കും. കാരണം ഹറമ് എന്ന് പറയുമ്പോൾ അപൂർവമായി നമുക്ക് കിട്ടുന്ന ഒരു നിമിഷമാണല്ലോ. അതുകൊണ്ട് ഹറമിന്റെ മഹത്വം മാനിച്ചുകൊണ്ട് ഹറമിൽ ഈ പറയുന്ന നിയമം ബാധകമല്ല. പറഞ്ഞുകൊണ്ടുവരുന്നത് ഹറമ് വെള്ളിയാഴ്ചയിലും ഈ നട്ടുച്ചയുടെ സമയം ബാധകമല്ല. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന ഒരു കാരണവുമില്ലാത്ത നിസ്കാരവും പിന്തിയ കാരണമുള്ള നിസ്കാരവും തസ്ബീഹ് നിസ്കാരവും നിർവഹിക്കാൻ പാടില്ല. ഈ സമയങ്ങളിൽ വെറുക്കപ്പെട്ട ഈ സമയങ്ങളിൽ ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ നിസ്കാരം സഹീഹാവുകയില്ല. فلو تحرى إيقاع صلاة غير صاحبة الوقت في وقت منها فتحرم مطلقا. അപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഇശാ നിസ്കാരം ഖളായിട്ടുണ്ട്, അയാൾക്ക് സുബഹിക്ക് ശേഷം നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം, അത് കുഴപ്പമില്ല. കാരണം ആ നിസ്കാരം നേരത്തെ നമുക്ക് നിർബന്ധമായി കഴിഞ്ഞ നിസ്കാരമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരാൾക്ക് ഒരുപാട് നിസ്കാരം ഖളാവുണ്ട്. അയാൾ ഈ നിസ്കാരം ഖളാ കൂട്ടാൻ വേണ്ടി കാണുന്നത് ഈ ഹറാമായ സമയം മാത്രമാണ്.
ഒരുപാട് നിസ്കാരം കള്ളാറുണ്ട്, അത് വീട്ടണം എന്നാണ് വിചാരിക്കണം. സുബഹിക്ക് ശേഷം മാത്രമാണ് നിർവഹിക്കും, അസറിന് ശേഷം മാത്രം നിർവഹിക്കും. എന്താ അങ്ങനെ നിർവഹിക്കുള്ളൂ, ഒരു വാശിയാണ്. അപ്പൊ അത് സത്യത്തിൽ കലാമായ നിസ്കാരമാണത്. അത് നമുക്ക് എപ്പോഴും വീട്ടാമായിരുന്നു. പക്ഷെ അയാൾ ആ സമയത്തിന് വേണ്ടി മാത്രം എടുത്തു വെക്കുന്നത് എന്തിനാ? അത് ശറഈനോട് മത്സരിക്കുകയാണ്, അള്ളാഹിനോടുള്ള മത്സരമാണ്, വിധങ്ങളോടുള്ള മത്സരമാണ്, ദീനിനോടുള്ള മത്സരമാണ്. അതുകൊണ്ട് ചിലപ്പോഴൊരു പക്ഷെ അത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് എന്ന് ഫഖഹാവ് പറയും. അതേസമയം നിസ്കാരം കള്ളാവുള്ള ഒരു വ്യക്തിയാണ്, അയാൾ കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കും. അയാൾക്ക് ആകെ ഒഴിവ് കിട്ടുന്നത് സുബഹിക്ക് ശേഷമുള്ള, അല്ലാത്തതൊക്കെ ജോലിയാണ് നിസ്കരിക്കാൻ. അയാൾ മഅ്ദൂറാണ്, അയാൾ കാരണമുള്ള ആളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കണം എന്ന് അയാൾക്കുണ്ട്, പക്ഷെ അയാൾക്ക് സമയമില്ല. ആൾ കിട്ടുന്നത് സുബഹിക്ക് ശേഷമുള്ളൂ, അല്ലെങ്കിൽ അസറിന് ശേഷമുള്ളൂ. അപ്പൊ അയാൾക്ക് നിർവഹിക്കാം. അതേസമയം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സമയമുണ്ട്, എന്നിട്ടും അയാള് ആ സമയത്തൊന്നും ഉപയോഗിക്കാതെ സുബഹിക്ക് ശേഷമുള്ള സമയവും അസറിന് ശേഷമുള്ള സമയവും മാത്രം അള്ളാഹു വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അത് ശറഈനോട് മത്സരിക്കലാണ്, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എന്താ നിസ്കരിച്ചാൽ ആ ഒരു ശൈലി ശറയിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാണ്. ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3 നിസ്കാരങ്ങളാണ്. സുബഹിക്ക് ശേഷം പാടില്ല, നട്ടുച്ച സമയത്ത് പാടില്ല, അസറിന് ശേഷം പാടില്ല. ഏതൊക്കെ നിസ്കാരങ്ങൾ? തസ്ബീഹ് നിസ്കാരം പാടില്ല, ഇന്ത്യ കാരണമുള്ള നിസ്കാരം പാടില്ല, ഒരു കാരണവുമില്ലാതെ കൂടുതലായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന മുത്ലഖായ സമയത്ത് നിസ്കാരങ്ങളും ഈ പറയപ്പെട്ട സമയങ്ങളിൽ പാടില്ല. അതേസമയം മുന്തിയ കാരണമുള്ള നിസ്കാരം, സുബഹ് ബാങ്ക് കൊടുക്കുന്നത് 6:06-നാണ്. ഒരാൾ 6 മണിക്കാണ് പള്ളിയിൽ വരുന്നത്. മഗ്‌രിബിക്ക് മഗ്‌രിബ് എത്ര? 6:36. അപ്പൊ 6:30 മണിക്കാണ് ഒരാൾ പള്ളിയിൽ കയറി വരുന്നത്. അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം, അസറാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം പള്ളിയിൽ കയറിയതിന്റെ പേരിലുള്ള നിസ്കാരം കയറൽ നേരത്തെ കഴിഞ്ഞു പോയി. ഒന്നുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ നിർവഹിക്കാം. കാരണം ഒന്നും മുമ്പേ നിർവഹിച്ചു പോയി, അതിന് ശേഷമാണ് നിസ്കാരം. അപ്പൊ ബിന്ദിയ കാരണമുള്ളതും പാടില്ല, ഒരു കാരണവുമില്ലാത്ത മുത്ലഖായ സുന്നത്ത് നിസ്കാരങ്ങളും പാടില്ല. തസ്ബീഹ് നിസ്കാരങ്ങളും ഈ 3 സമയത്ത്, നട്ടുച്ച സമയം, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെയുള്ള സമയം, അസറിന് മഗ്‌രിബ് ആവുന്ന സമയം, അസർ കഴിഞ്ഞ് മഗ്‌രിബ് ആവുന്ന സമയം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീടുകളിലൊക്കെ ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത്, സുബഹിക്ക് ശേഷം യാത്ര പോകുന്ന ആളുകൾ, അസറിന് ശേഷം യാത്ര പോകുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകും. ചില ആളുകൾ തസ്ബീഹ് നിസ്കാരം സുബഹിക്ക് ശേഷം നിർവഹിക്കും. ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇത് ഹറമിൽ ബാധകമല്ല. നട്ടുച്ച സമയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്ന നിയമം അത് ജുമാക്കും ബാധകമല്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിൽ നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഹലാലായ വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.